ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ 55 മണിക്കൂറായി ഒരു കുട്ടി രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു രക്ഷാപ്രവർത്തകർ. അത് ഇവിടെയില്ല, രാജസ്ഥാനിലെ ദൗസയിലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടേയിരുന്ന ഒരു വാർത്തയുടെ അപ്ഡേറ്റ് ആണ്. പക്ഷേ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഇപ്പോൾ അത് മാറിയിരിക്കുന്നത്. ആ കുട്ടിയെ പുറത്തെടുത്തെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് ഈ രാവിലെ തന്നെ പുറത്തു വരുന്നത്. അതെ, ബൽറാം നെടുങ്ങാടിയോട് നമുക്ക് വിശദാംശങ്ങൾ ചോദിച്ചറിയാം. ബൽറാം, നമ്മൾ കാത്തതൊരു ശുഭവാർത്തയാണ്, പക്ഷെ എത്തുന്നത് അശുഭവാർത്തയാണ്. വിവരങ്ങൾ. പ്രജിൻ, ക്രിസ്റ്റീന, രാജ്യം കഴിഞ്ഞ 3 ദിവസമായി രാജസ്ഥാനിലെ ദൗസയിൽ നിന്നും പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ആര്യൻ എന്ന കുഴൽ കിണറിൽ വീണ 5 വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി ദൗസയിൽ പുരോഗമിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 11:30 56 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആര്യനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പുറത്തെടുക്കുന്ന ഘട്ടത്തിൽ ആര്യൻ അബോധാവസ്ഥയിലായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ പൂർണ്ണ സജ്ജീകരണങ്ങളുള്ള ആംബുലൻസ് അവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നു. ആ ആംബുലൻസിൽ ആര്യനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ഈ കുഞ്ഞിനെ ECGക്ക് വിധേയനാക്കി. എന്നാൽ 2 തവണ ECG നടത്തിയെങ്കിലും ആര്യന്റെ ശരീരത്തിൽ ജീവന്റെ ഒരു അംശം പോലും അവശേഷിക്കുന്നില്ല എന്നാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചത്. ഏറെ നിരാശാകരമായ വാർത്തയാണ് ഈ രാജസ്ഥാനിലെ ദൗസയിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പുറത്തു വന്നത്. ഈ 3 ദിവസമായി ആര്യന്റെ മാതാപിതാക്കൾ അടക്കമുള്ളവർ, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന കിണറിന് ചുറ്റും നിൽക്കുകയായിരുന്നു. ഈ വാർത്തയറിഞ്ഞ് ആര്യന്റെ മാതാപിതാക്കൾ ബോധരഹിതരായി ഇരിക്കുകയാണ്. മറ്റ് ജില്ലാ അധികൃതർ അടക്കമുള്ളവർ ഇപ്പോഴും സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഈ ആര്യനെ രക്ഷിക്കാനുള്ള ആദ്യ 2 ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു. ട്രാക്ടറും JCBയും ഉപയോഗിച്ച് മണ്ണ് മാറ്റി പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് അംബർല ടെക്നിക്ക് ഉപയോഗിച്ച് ഈ കുഞ്ഞിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല. തുടർന്നാണ് സമീപത്ത് മറ്റൊരു കിണർ കുഴിച്ച് പ്രവർത്തനം നടത്തുകയായിരുന്നു കഴിഞ്ഞ ഒരു ദിവസമായി നടത്തി വന്നത്. ഒടുവിൽ അംബർല ടെക്നിക്ക് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് കുഞ്ഞിനെ പുറത്തെടുത്തത് എന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്ന വിവരം. എന്നാൽ അപ്പോഴേക്കും കുഞ്ഞിന്റെ ആരോഗ്യനില അതീവ മോശമായിരുന്നു. കാരണം കഴിഞ്ഞ 3 ദിവസമായി ഭക്ഷണവും വെള്ളവും കുഞ്ഞിന് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ 250 അടി താഴ്ചയുള്ള കിണറിന്റെ 150 അടി ഈ ആഴത്തിലാണ് ആര്യൻ കുടുങ്ങിക്കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതനായ ഈ കുഞ്ഞിന് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓക്സിജൻ നൽകി ജീവൻ നിലനിർത്തി കുഞ്ഞിനെ എത്രയും വേഗം പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു രക്ഷാപ്രവർത്തകർ ഉദ്ദേശിച്ചിരുന്നത്. അതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നെങ്കിൽ പോലും നിരാശാജനകമായ ഒരു വാർത്ത തന്നെയാണ് ദൗസയിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന് ഒടുവിൽ പുറത്തു വന്നത്. കുഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലെ ദൗസയിൽ നിന്നുള്ള സങ്കട വാർത്തയിലാണ് നമ്മൾ ഇന്നത്തെ വാർത്താ ദിനം തുടങ്ങുന്നത്. ഇനി ഇത്തരം സങ്കട വാർത്തകൾ ഇല്ലാതിരിക്കട്ടെ ഇന്നത്തെ മുഴുവൻ ദിവസവും, അല്ലേ? അതെ.